ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈബ്രേഷൻസ് ഓഫ് എയർ കോളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എയർ കോളത്തിന്റെ വൈബ്രേഷൻസ്. എന്താണ് ഈ എയർ കോളം എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു കോളം ഓഫ് എയർ നമുക്ക് കാണാൻ പറ്റുക? നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന ഒരു ടേമാണ് സ്റ്റേഷനറി വേവ്സ്. സ്റ്റേഷനറി വേവ്സ്. എന്താണ് ഒരു സ്റ്റേഷനറി വേവ് എന്നാണ് ആദ്യം പറയാൻ പോണത്. സ്റ്റേഷനറി വേവിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ഒരു പ്രോഗ്രസീവ് വേവിനെ കുറിച്ചാണ്. ഒരു പ്രോഗ്രസീവ് വേവിനെ കുറിച്ച് ആദ്യം പറയണം. എന്താണ് ഒരു പ്രോഗ്രസീവ് വേവ് എന്നുള്ളത് ആദ്യം പറയണം. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേവ്. അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വേവുകളൊക്കെ അങ്ങനത്തെ വേവുകളാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേവുകളാണ്. അതിനെയാണ് പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ട് പ്രോഗ്രസീവ് വേവുകൾ കൂടിച്ചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം നമുക്ക്. ഇത് ഒന്നാമത്തെ പ്രോഗ്രസീവ് വേവ് ആണ്. ഒന്നാമത്തെ പ്രോഗ്രസീവ് വേവ്. ഈ ഒന്നാമത്തെ പ്രോഗ്രസീവ് വേവ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി എന്ന് കരുതുക. ആ ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ട് അത് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന വേവിനെ ഞാൻ ഇതാ ഇങ്ങനെ കാണിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇതാ വേവ് ഇങ്ങനെയാണ്. കണ്ടോ? അപ്പൊ ഇതെന്താണ്? ഇത് രണ്ടാമത്തെ പ്രോഗ്രസീവ് വേവ് ആണ്. ഇവിടെ ഏതൊക്കെ പ്രോഗ്രസീവ് വേവുകൾ ഉണ്ട്? എത്ര പ്രോഗ്രസീവ് വേവുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഇത് ഒന്നാമത്തെ പ്രോഗ്രസീവ് വേവ്, ഇത് രണ്ടാമത്തെ പ്രോഗ്രസീവ് വേവ്. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ രണ്ട് പ്രോഗ്രസീവ് വേവുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാണ് ഉണ്ടായത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. രണ്ട് പ്രോഗ്രസീവ് വേവുകൾ ഉണ്ടായിരുന്നു ഇവിടെ. എങ്ങനെയാണ് അവർ തമ്മിൽ കമ്പൈൻ ചെയ്തത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ കൂട്ടിമുട്ടിയത്, അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ കൂട്ടിമുട്ടിയത്. രണ്ട് പ്രോഗ്രസീവ് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൂട്ടിമുട്ടിയത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നപ്പോൾ അവർ രണ്ടാളും എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഇങ്ങനെ ഈ കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വേവിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കുക. മനസ്സിലായോ? രണ്ട് പ്രോഗ്രസീവ് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കമ്പൈൻ ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി വേവ്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി വേവ്. നോക്കാം നമുക്ക്. When two progressive waves in opposite directions. എന്താണ്? രണ്ട് പ്രോഗ്രസീവ് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ കമ്പൈൻ ടുഗദർ, അവർ തമ്മിൽ കൂടിച്ചേരും. ഇന്റർഫറൻസ് ഹാപ്പൻസ്. അങ്ങനെ ഈ കൂടിച്ചേരുന്നതിനെ, വേവുകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഇന്റർഫറൻസ് സംഭവിക്കും. അങ്ങനെ ഇന്റർഫറൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വേവ്, അതാണ് റിസൾട്ടന്റ് വേവ്. അവിടെ ഉണ്ടാവുന്ന വേവിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു തരാം. When two progressive waves in opposite directions combine together, interference happens. The resultant wave is called a stationary wave. രണ്ട് പ്രോഗ്രസീവ് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ അവർ രണ്ടാളും തമ്മിൽ കൂടിച്ചേരും. ആ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ്. അങ്ങനെ ഇന്റർഫറൻസ് സംഭവിച്ച് ഉണ്ടാവുന്ന വേവാണ് സ്റ്റേഷനറി വേവ്. ഈ സ്റ്റേഷനറി വേവിന് കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്റ്റേഷനറി വേവിന്റെ ഒരു ഫിഗർ, ഒരു നല്ല ഫിഗറാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇതാ, ഇവിടെ നിന്നാണ് ഒന്നാമത്തെ വേവ് പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ വേവ്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ ഞാൻ അത് അവിടെ ഇങ്ങനെ കാണിക്കാം. രണ്ടാമത്തെ വേവ് ഇതാ ഇവിടെ നിങ്ങടാണ്. ഇതാണ് രണ്ടാമത്തെ വേവ്. അങ്ങനെ ഈ രണ്ട് വേവുകൾ കൂടിച്ചേർന്നുണ്ടായ സ്റ്റേഷനറി വേവിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ അടുത്ത ടോപ്പിക് അതാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേഷനറി വേവ്. സ്റ്റേഷനറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് സ്റ്റേഷനറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമുക്കൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് അതിന്റെ നോട്ടിലേക്ക് പോവാം. ഇവിടെ നോക്കൂ നിങ്ങൾ. ഇതാണ് ഒരു സ്റ്റേഷനറി വേവിന്റെ ഫിഗർ ആയിട്ട് കാണുന്നത്. ഇതാണല്ലോ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഡോട്ടഡ് ലൈൻ ആയിട്ടുള്ള ഇതാണ് മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നമുക്ക് ചില പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ ഇവിടെ ഇവിടെ
ഞാൻ ഈ ക്രോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേഷനറി വേവിൽ ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചില പൊസിഷൻസ് ഉണ്ടാവും, ചില പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്. സ്റ്റേഷനറി വേവിൽ ചില പോയിന്റുകളിൽ പാർട്ടിക്കിളുകൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് നോഡ്. അതുപോലെ തന്നെ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെയുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റിന്റെ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവിടെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ എങ്ങനെയാ വരുന്നത് നോക്കിയേ. ഇവിടെ പാർട്ടിക്കിൾസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇവിടെ പാർട്ടിക്കിൾസിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷനറി വേവിൽ വേറെ ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താ? അവിടെ പാർട്ടിക്കിൾസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റൈനോഡ്. അങ്ങനെയുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ ആന്റൈനോഡ് എന്ന് വിളിക്കുക. അപ്പൊ നോഡുകളും ആന്റൈനോഡുകളും ഒരു സ്റ്റേഷനറി വേവിൽ ഉണ്ടാവും എന്നുള്ളത് പഠിച്ചോ? ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യമാണ് നോക്കാനുള്ളത്. ഇതാണല്ലോ നമ്മുടെ ഒരു വേവ്. ഇതാ ഈ കാണുന്നതാണ് ഒരു വേവ്. ഞാൻ അതിന്റെ മേലെ കൂടി ഒന്ന് വരക്കാം. ഇതാ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെയാണ് നമ്മൾ ഒരു വേവ് എന്ന് പറയുന്നത്, അല്ലേ? ഇത് രണ്ടാമത്തെ വേവാണ്, രണ്ടാമത്തെ സൈക്കിളാണ്, അങ്ങനെ പറയാം. രണ്ടാമത്തെ സൈക്കിളാണ്. ഓക്കെ. ഇനി ഇവിടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ? രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് ട്രഫുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനെയും പറയാം, അല്ലേ? നോക്കാം നമുക്ക്. ഇതല്ലേ ഒന്നാമത്തെ ക്രസ്റ്റ്? വേവിന്റെ ഒന്നാമത്തെ ക്രസ്റ്റ് ഇതാണ്. ഇതേ വേവിന്റെ രണ്ടാമത്തെ ക്രസ്റ്റ് ഏതാണ്? അതിതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്രസ്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതല്ലേ വേവ് ലെങ്ത്, അല്ലേ? ഈ ബ്ലൂവിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതല്ലേ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഇതാണ് വേവ് ലെങ്ത് ലാംഡ. ആ വേവ് ലെങ്തിനെ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയേ. കണ്ടോ? ഇവിടെ തുടങ്ങുന്നത് ആന്റൈനോഡിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആന്റൈനോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു നോഡ് വരുന്നുണ്ട്. അപ്പൊ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇവിടെ? എത്ര ഭാഗങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഒന്നാമത്തെ ഭാഗം കാണുന്നുണ്ട്, രണ്ടാമത്തെ ഭാഗം കാണുന്നുണ്ട്, ഇവിടെ മുതൽ ഇവിടം വരെ മൂന്നാമത്തെ ഭാഗം കാണുന്നുണ്ട്, ഇവിടെ മുതൽ ഇവിടെ വരെ നാലാമത്തെ ഭാഗവും കാണുന്നുണ്ട്. അപ്പൊ എത്ര ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടെ വേവ് ലെങ്ത് ആയിട്ടുള്ള ലാംഡയെ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്? ഇവിടെ ലാംഡയെ നമ്മൾ 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, 4 പാർട്സ് ആക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ. ഇനി ഇത് ഒരു ആന്റൈനോഡാണ്, അല്ലേ? ഇതൊരു ആന്റൈനോഡാണ്. ഒരു ആന്റൈനോഡ് മുതൽ ഒരു നോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ കാണുന്നത് നമുക്ക്? അത് ലാംഡയെ 4 ഭാഗമാക്കി മാറ്റിയാലെ ഒരു ഭാഗമാണ്. അതായത് ഇവിടത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു λ/4 ആണ്. ലാംഡനെ 4 ഭാഗമാക്കിയാലെ ഒരു ഭാഗം, അതാണ് λ/4. മനസ്സിലായോ? അപ്പൊ ഒരു നോഡ് മുതൽ ആന്റൈനോഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ എഴുതിക്കൂടെ? ഒരു നോഡ് മുതൽ ഒരു ആന്റൈനോഡ് വരെയുള്ള ഡിസ്റ്റൻസ്, നോഡിന്റെയും ആന്റൈനോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് λ/4 ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ നോക്കിയാലോ. ഇതൊരു നോഡാണ്, അടുത്ത ആന്റൈനോഡ്, അതും λ/4 തന്നെയല്ലേ? ലാംഡയെ 4 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗമല്ലേ അത്? അതും λ/4 ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് രണ്ട് നോഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഇതാ ഈ കാണുന്നതാണ് ഒരു നോഡ്, അല്ലേ? വൈബ്രേഷൻ ഇല്ലാത്ത ഭാഗം, വൈബ്രേഷൻ ഇല്ലാത്ത പോയിന്റ്. ഈ കാണുന്നതാണ് ഒരു നോഡ്. അപ്പോൾ ഒന്നാമത്തെ നോഡ് ഇതാണ്, രണ്ടാമത് ഇതാ ഇവിടെ വേറൊരു നോഡ് ഉണ്ട്. ഈ രണ്ട് നോഡിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇനി നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക്. എന്താണ്? നോഡിന്റെയും മറ്റൊരു നോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്, നോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നോക്കൂ,
നോഡ് മുതൽ ആന്റി നോഡ് വരെ ഒരു λ/4 ഉണ്ട്. ആന്റി നോഡ് മുതൽ നോഡ് വരെ വീണ്ടും ഒരു λ/4 ഉണ്ട്. അപ്പൊ എത്ര λ/4 കൂടുമ്പോഴാണ് നോഡ് മുതൽ നോഡ് വരെ നമുക്ക് കിട്ടുക? 2 λ/4 കൂടുമ്പോഴാണ് കിട്ടുന്നത് അല്ലെ? 2 λ/4 കൂടുമ്പോഴാണ് നോഡ് മുതൽ നോഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 2നെയും 4നെയും വെട്ടിക്കളഞ്ഞാൽ എന്താ കിട്ടുക? അവിടെ λ/2 എന്ന് കിട്ടും. അതായത് നോഡിന്റെയും നോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ്. ഓക്കെ, ഇപ്പൊ നോഡിന്റെയും ആന്റി നോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. നോഡിന്റെയും നോഡിന്റെയും ഇടയിലുള്ളത് λ/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആന്റി നോഡിന്റെയും ഇടയിലുള്ളതോ അതും λ/2 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റേഷനറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ നോട്ട് വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട് ഇനി. ഓക്കെ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേഷനറി വേവ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ടേം ആയിട്ട് നമ്മൾ എഴുതുന്നത് എന്ത് തന്നെയാണ്? സ്റ്റേഷനറി വേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു സ്റ്റേഷനറി വേവ് ഉണ്ടാവുന്നത്? സ്റ്റേഷനറി വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു പ്രോഗ്രസീവ് വേവ്സ് അല്ലെ? കോമ്പിനേഷൻ ഓഫ് ടു പ്രോഗ്രസീവ് വേവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന 2 പ്രോഗ്രസീവ് വേവുകളുടെ കോമ്പിനേഷനിലൂടെയാണ് സ്റ്റേഷനറി വേവ് ഉണ്ടാവുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ദേ ഡു നോട്ട് ട്രാൻസ്മിറ്റ് എനർജി. ദേ ഡു നോട്ട് ട്രാൻസ്മിറ്റ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സ്റ്റേഷനറി വേവിന് സാധിക്കില്ല. ഓക്കെ, മൂന്നാമത്തത്, അറ്റ് സം പോയിന്റ്സ് പാർട്ടിക്കിൾസ് ഡു നോട്ട് വൈബ്രേറ്റ് അല്ലെ? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാത്ത ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെ നമ്മൾ എന്താ വിളിച്ചേ? ആ പോയിന്റുകളെ നമ്മൾ നോഡ്സ് എന്നാണ് വിളിച്ചത്. നോഡ് എന്ന് വിളിച്ചു. പിന്നെ അറ്റ് സം അതർ പോയിന്റ്സ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെ? മറ്റ് ചില പോയിന്റ്സുകളുണ്ട്. എന്താണ് ആ പോയിന്റ്സുകളുടെ പ്രത്യേകത? അവിടെ പാർട്ടിക്കിൾസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം പോയിന്റ്സിനെ നമ്മൾ എന്താ വിളിച്ചേ? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ ആന്റി നോഡ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ആന്റി നോഡ്. ആന്റി നോഡിന്റെ നോഡിന്റെ ഇടയിൽ λ/4 ആണ്. നമ്മൾ നേരത്തെ കണ്ടു അവിടെ. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ്സ്, 2 നോഡുകളുടെ ഇടയിൽ, അത് λ/2 ആണ്. അതൊക്കെ നമ്മൾ ആ ഫിഗറിൽ നിന്ന് കണ്ടതാണ് അല്ലെ? ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് പറയാനുള്ളത് നോർമൽ മോഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു സ്റ്റേഷനറി വേവിന്റെ സ്വഭാവങ്ങളിൽ പെട്ട ഒന്നാണ് നോർമൽ മോഡ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേഷനറി വേവിന് ഇഷ്ടമുള്ള പോലെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റൂല. ചില പ്രത്യേക പാറ്റേണിൽ മാത്രമേ ഒരു സ്റ്റേഷനറി വേവിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രത്യേക പാറ്റേണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ നോർമൽ മോഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സ്റ്റേഷനറി വേവ്സ് ഓൺലി വൈബ്രേറ്റ് ഇൻ സം സ്പെഷ്യൽ പാറ്റേൺസ് കാൾഡ് നോർമൽ മോഡ്സ്. ചില പ്രത്യേക പാറ്റേണുകളിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ മോഡ്സ്. ഓക്കെ, അതിൽ ലോവസ്റ്റ് മോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ മോഡ്. ചില പ്രത്യേക പാറ്റേണുകളിലാണ് വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണിനെ നമ്മൾ വിളിക്കുന്ന പേര്, അതാണ് ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? എളുപ്പമാണ്. ഫണ്ടമെന്റൽ മോഡിന്റെ ഫ്രീക്വൻസിയാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ മോഡ്. ഡെഫിനിഷൻ പറയാൻ വളരെ എളുപ്പമാണ്. ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ മോഡ്, അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അപ്പോൾ നമുക്ക് സ്റ്റേഷനറി വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്.